ഉമ്മാക്ക് പറ്റും. ഉമ്മ ഇങ്ങോട്ട് നാട്ടിൽ വന്നപ്പോൾ 2 ആഗ്രഹം പറഞ്ഞത്. ഒന്ന് വരൂ അടിപൊളി. വിജയകരമായി പൂർത്തീകരിച്ചിരിക്കും. നല്ല കാലം നല്ല വേദന വരും അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു കൺട്രി വൈബ്സ്. അപ്പോൾ ഷെബുവിനെ കണ്ണുമൂറ് കണ്ടാൽ തന്നെ അറിയാം, ഏർലി മോർണിംഗ് ആട്ടോ ഈ വ്ളോഗ് എടുക്കണത്. കുട്ടികളെ നീച്ചിട്ടുള്ള സമയം ആക്കണ 6:22. നമ്മൾ ഇതാക്കണം ഇപ്പോൾ ട്രിപ്പ് പോവാണ്. എവിടേക്കായിരുന്നൊക്കെ പോകുമ്പോൾ പറഞ്ഞില്ലേ ഷെബു? എവിടേക്കാന്നൊന്നുമില്ല, വയനാട്ടിലേക്കാണ് പോണത്. കുട്ടികളും മക്കളും ആരുമില്ല, അതായത് പെങ്ങന്മാരും ആരുമില്ല. ഞാൻ ഷെബു ഉപ്പ ഉമ്മ അല്ലേ. കുട്ടികളാരോടും പറഞ്ഞിട്ടില്ല. ശരിക്കും സിസ്റ്റർ ഉണ്ട് ഇപ്പോൾ താഴത്ത്, അവളെ വാണിയമ്പലത്താക്കി കൊടുത്ത്, കുട്ടികൾക്ക് മദ്രസ ഉണ്ട് അല്ലേ, മദ്രസ ഉണ്ട്, അവരാക്കി കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. കുട്ടികളോടൊക്കെ പറഞ്ഞിരിക്കണത് ഓലെ ഡ്രോപ്പ് ചെയ്യുക, പെങ്ങളെ വീട് കാണാനാണെന്ന് പറഞ്ഞു കേട്ടോ. ലഗേജൊക്കെ ഞങ്ങൾ ഓലൊക്കെ ഉറങ്ങി രാത്രി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തേലേ. അപ്പം കൂടുതലൊന്നുമില്ല, അതും അധികമൊക്കെ ഉറങ്ങട്ടോ. എല്ലാവരും വണ്ടിക്ക് നേരെ എടുത്ത് കിടത്തുക, പിന്നെ ഓണർന്ന് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റുക. അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കമൻറ്റ്സ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാ നേരം വെളുത്തുട്ടോ. നമ്മളെ ഡിക്കി തുറന്നു നോക്കാം. ഡിക്കി കാണൂല, ഹിബീൻ്റെ കുട്ടികളുടെ ഡ്രസ്സും ഒരു മദ്രസ് പോലെ നോക്കഞ്ച്. ഏത് അത് വേണ്ടേ? ഞാൻ വേണമെന്നുണ്ടെ ഇതിന്ന് അതിൻ്റെ അടുത്ത് വെച്ചിട്ട് 2 പെട്ടി അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സാധനം വെച്ചപ്പോൾ ഞാൻ കരുതി അത് വേണമെന്നില്ലേ. ഇന്ന് അടുത്ത് വില പുറത്ത് കിട്ടാ. മദ്രസ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതാ അവിടെ എത്തി. ഓളെ ലഗേജൊക്കെ ഇവിടെ തട്ടി കുട്ടികളെ മദ്രസിൽ ഇറക്കി ഞങ്ങൾ ഇവിടുന്ന് പോവാം കേട്ടോ. ഇതന്നെയാണ് ഓളെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. യെസ്, ഫ്രാൻസിസ് സ്കൂള്. കുട്ടികളിഞ്ഞ് ഇവിടുന്നാണ് ഈ സ്കൂളിൽ പോവാം കേട്ടോ, നേരെ വീട്ടിലേക്ക്. നമ്മള് കുട്ടികളെയൊക്കെ ഇറക്കി, പെങ്ങളെ ഇറക്കി, നമ്മളിപ്പോൾ നിലമ്പൂര് കഴിഞ്ഞ് ചുരം ഇങ്ങനെ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഫുള്ള് കാലിയായി, കുട്ടികളൊന്നില്ലായിട്ട് ആകെപ്പാടൊരു പൊറുതിയേടുണ്ട് കേട്ടോ. കാരണം ഓലില്ലാതെ എവിടേക്കും പോക്കില്ല, അറിഞ്ഞിട്ടുമില്ല. ഇനി മദ്രസൊക്കെ വിട്ട് വന്നിട്ടാണ് അറിയുക. അപ്പൊ ഗ്രൂപ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോ പിന്നെ അടി തുടങ്ങൂലേ അമ്മ, പ്രശ്നം തുടങ്ങും. അപ്പൊ ഇന്ന് ഞങ്ങള് മാത്രമേ ഉള്ളൂ, ആദൂനും കളിച്ചാൻ ആരുമില്ല കേട്ടോ. അതുകൊണ്ട് ആദു അവിടെ അങ്ങനെ അടങ്ങി കുത്തിരിക്കാന്ന് അടങ്ങിയിരിക്കും. അപ്പൊ ഞങ്ങൾ ഇനി നേരെ വയനാട് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും നമ്മള് 2 മണിക്കാണ് നമ്മളെ ചെക്ക് ഇൻ ടൈം. അപ്പൊ നമ്മൾ മെല്ലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് മെല്ലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ പോലമാ, അതാണ് നമ്മളെ പ്ലാൻ കേട്ടോ. നമ്മള് കുട്ടികൾക്കൊക്കെ പരീക്ഷ ഇറക്കണം സ്കൂളിൽ. അപ്പോൾ ഓലയും കൊണ്ട് പോക്കും നടക്കൂല. പിന്നെ ഓലെ പരീക്ഷ കഴിയുമ്പോഴേക്കിന് ഞങ്ങൾക്ക് എന്തായാലും കല്യാണം കൊല്ലത്ത്, അതിന് പോകും വേണം. അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് തിരിച്ച് ഗൾഫിലും പോകാനാവൂലമാ. അപ്പൊ എല്ലാതും പാടെ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പൊ ഞങ്ങൾ കരുതിയിരുന്ന കുട്ടികളെ കാത്തു നിന്ന് കഴിഞ്ഞാൽ പോക്ക് നടക്കൂല. അപ്പൊ നമ്മളാണ് പോവാ, ഓലയും കൊണ്ട് ഒരു ദിവസം 1 ഡേ ടൂർ പോകാന്ന് കരുതി. അപ്പൊ അങ്ങനെ ഇപ്പൊ ഉണ്ട് നമ്മളെല്ലാവരുമായിട്ട് നമ്മൾ പോവാണ്. ഷെബുവാ അടിയല്ലേ? അടിപൊളിയല്ലേ? അടിപൊളി. അപ്പൊ ഇനി ഏതായാലും നമ്മള് പോണ വഴിക്ക് നമ്മൾ ഓരോരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ നമ്മളെ ടൂർ വയനാട് കാണാത്തവരൊക്കെ നമ്മളെ കൂടെ പങ്കുചേരുക അല്ലെ ഷെബുവാ? വയനാട്ടിലേക്ക് പോരുക. കാഴ്ചകളും കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 2 ദിവസം അടിച്ചു പൊളിക്കാം. ഓക്കെ. നമ്മള് വയനാട് എത്തി.
തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോവാണ്. ഇമ്മ ചോദിച്ച മൂന്നാർക്കാണ് വന്നിക്കണേ. കാരണം സെയിം കണ്ട തേയിലത്തോട്ടം വീണ്ടും തേയിലത്തോട്ടം അല്ലേ അമ്മ? ഏലപ്പോയാലും തേയിലത്തോട്ടം, ഏലപ്പോയാലും തേയിലത്തോട്ടം വീണ്ടും മൂന്നാർക്ക് പോയ മാതിരി തന്നെ കേട്ടോ. കാരണം ഫുള്ള് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി എവിടെയെങ്കിലൊക്കെ ഒന്ന് ചായ കുടിക്കാനിരിക്കണം അല്ലേ അമ്മ? കാരണം നമ്മൾ റിസോർട്ടിൽ ചെക്കിൻ ടൈം 2 മണിയാന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് അപ്പക്കിന് എത്തിയാൽ മതി. അപ്പൊ എങ്ങനെ നമ്മൾ ചായ കുടിച്ച് എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാനില്ല കണ്ടിട്ട് ആക്കും പോലെ നമ്മൾ റിസോർട്ടിൽ പോകും കേട്ടോ. അപ്പൊ കണ്ടങ്ങള് തേയിലത്തോട്ടത്തിന്റെ ഇതിൽ നമ്മൾ ഇങ്ങനെ പോണ്. താഴത്തുമ്പോ എങ്ങനെയല്ലേ ആ തേയിലക്കോല് നുള്ളണത് അല്ലേ? കണ്ടോ? നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടോ ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ പോകുമ്പോ ഇവരൊക്കെ ഇങ്ങനെ തേയില പറിച്ചെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? തേയില പറിച്ചിട്ടാക്കണേ അവിടെ തേയില പറിച്ചിട്ടാക്കണുണ്ടെങ്കിൽ തേയില പറിക്കണ നോക്കിയ ആൾക്കാര് ഞങ്ങൾ കുറച്ച് അങ്ങനെ പോകുന്ന ഇതാണ് ഫുഡ് കഴിച്ചാൻ വേണ്ടി നിർത്തിയാട്ടോ. അപ്പോൾ സമയം 10:16 അപ്പം ഇനി ഫുഡൊക്കെ ചായ കുടിച്ചിട്ട് വേണം പോകാൻ. ചായക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ. അമ്മ എടുക്കുന്ന സെറ്റാക്കി കേട്ടോ. 2 സൈഡും തേയിലത്തോട്ടാണ്. ബൈക്ക് റൈഡേഴ്സ് കയറിക്കണമ്മ. ഫാക്ടറി വിസിറ്റ്. നമ്മൾ ചായ ദോശയും കറി എന്താന്ന് പറയില്ല, സർപ്രൈസാണ് ഇറങ്ങണമ്മ. നമ്മൾ ഫുൾ സെറ്റപ്പ് കൊണ്ടാട്ടോ പോകുന്നത് കണ്ടോ. ദോശ, പിന്നെ പ്ലേറ്റ്, പിന്നെ നമ്മൾ വെള്ളം നല്ല നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആയിട്ട് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം പ്ലാസ്റ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മളിവിടെ പേപ്പറൊക്കെ വിരിച്ച് ഇവിടെ സെറ്റ് ആയിക്കണ്ടോ. യെസ്, പേപ്പറൊക്കെ പോയോ? ഇപ്പോൾ കൈ പിടിച്ചൊക്കെ പേപ്പർ ഇന്ന് കഴിക്കാൻ വലിയ ഇരുന്ന് കഴിച്ചാൽ മതി. യെസ്, പിന്നെ ഇതൊരു വേറെ ഒരു വൈബാട്ടോ. നമ്മൾ ഉണ്ടാക്കി കൊടുന്ന് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഹോട്ടലിൽ കയറി കഴിച്ചുമ്പോൾ ഈ രസം കിട്ടൂലല്ലേ അമ്മ? കറി എന്ത് കറിയാ അമ്മ? കറി എന്ത് കറിയാ പറയില്ല. കള്ളക്കറിയാ? ദാലല്ല, ദാൽ ഫ്രൈയോ ചിക്കൻ പീസാണല്ലോ ഒക്കെ പറയണല്ലേ. കള്ളക്കറിയാണേ. നമ്മൾ അതേമാതിരി ബിരിയാണി ഒക്കെ വെച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉച്ചക്കെത്തി പപ്പൻ്റെ പൊന്നിന് തരാമല്ലോ. രാവിലത്തെ ഫുഡ് നമ്മൾ ഇതേമാതിരി കഴിക്കാന്ന് പ്ലാൻ ചെയ്തിട്ടാ പോകുന്നത് കേട്ടോ. നമ്മളെ ഫുഡ് ഉണ്ടെങ്കിൽ ദോശയും ചിക്കൻ കറിയും. ഇത് നമ്മളെ ചിക്കൻക്ക് എന്താ ബിരിയാണിക്കുള്ള ചിക്കൻ വാങ്ങിൻ്റെ ചെറിയ കഷ്ണങ്ങളാണല്ലേ. യെസ്, ഞങ്ങളെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടിയുമായ അങ്ങനെ തേയിലത്തോട്ടത്തിൽ കയറിയത് കേട്ടോ. ഉമ്മീറ്റ് അങ്ങനെ അവിടെ റോഡ് സൈഡിൽ ഇരുന്നാണ്ട് ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദീമിനെ നോക്കാൻ ഞാനും ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ ഉമ്മ വയനാട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വന്നിക്കണത് ആകെ ഒരു വട്ടമാണ്. അപ്പോൾ വന്നിക്കണേ നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ മരണം ഉണ്ടായിട്ട് അവിടെ വന്നു നേരെ പോന്നു. ഉമ്മ ഇതുവരെ വയനാട്ടിൽ വന്നിട്ടില്ല, കറങ്ങിയിട്ടില്ല. മൂന്നാർക്ക് 2 വട്ടം പോയിക്കണം ഞങ്ങളന്നും, പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വരവിനും. അപ്പോൾ മെയിനായിട്ട് ഉമ്മാക്കൂറ്റും ഉമ്മ ഇങ്ങോട്ട് നാട്ടിൽ വന്നപ്പോൾ 2 ആഗ്രഹം പറഞ്ഞിരിക്കണേ. ഒന്ന് മൈസൂർ പാലസ്. ഉമ്മ മൈസൂർക്ക് ഇതുവരെ പോയിട്ട് പാലസ് കണ്ടില്ല, മൈസൂർ സൂ കണ്ടിരിക്കണേ. അപ്പോൾ പാലസ്ക്ക് പോകാൻ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല, കാരണം കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ പോണതിൻ്റെ മുന്നേ ഇമ്മാനെ പാലസ് കൂടി കൊണ്ടുപോയി കാണിച്ചിട്ട് വേണം പോകണം എന്ന് കരുതുന്നുണ്ട് മനസ്സിൽ. പാലസ് ഇമ്മക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അതേമാതിരി വയനാട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് ഉമ്മ പറഞ്ഞു. ഞങ്ങളപ്പോൾ പ്ലാൻ ചെയ്ത് വയനാട്ടിലേക്ക് പോകുന്നു. കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോറടി ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ല കുഞ്ഞാ, ഇമ്മമ്മക്ക് വയനാടും കാര്യങ്ങളൊക്കെ ചുറ്റി കാണിക്കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇമ്മഞ്ഞോട് പറഞ്ഞാൽ ഇമ്മാൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഇപ്പോൾ കൊണ്ടുപോയിക്കുന്നത് മലമ്പുഴയ്ക്കാണ് കൊണ്ടുപോയിക്കുന്നത്. പിന്നെ ഓല് ഇത്ര കാലമായിട്ട് പോയിട്ടില്ല. പക്ഷേ എൻ്റെ ഉമ്മ, ഞാനായാലും എൻ്റെ സിസ്റ്റേഴ്സിനായാലും നമുക്ക് സ്കൂൾ ടൂർ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ സ്കൂൾ ടൂർ വയനാട്, ഊട്ടി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഉമ്മാർ നമ്മളെ പൈസ തന്ന് സ്കൂൾ ടൂർ പറഞ്ഞേക്കാന്നല്ലാതെ ഒരിതൊന്നും പോയി കണ്ടിട്ടില്ല. ഞാനൊക്കെ മൈസൂർ കണ്ടിക്കണ്, മൂന്നാർ കണ്ടിക്കണ്, ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഞാൻ എത്തിക്കണേ. ഷെബൂന് ഇഞ്ച കല്യാണം കഴിഞ്ഞിട്ടാണ്, ഷെബൂന് കല്യാണം കഴിഞ്ഞിട്ട് ഷെബൂൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണേ. കാരണം ഓള് സൗദിയിലല്ലേ, അതിനോടും കൂടുതൽ സ്ഥലങ്ങളൊന്നും കണ്ടില്ല. ഓളിപ്പോൾ ഇഞ്ച കല്യാണം കഴിഞ്ഞിട്ട് വയനാട് കാണുന്നത് ശരിക്ക്. അല്ല കുഞ്ഞാ, ഇഞ്ച ഷെബൂന് കല്യാണം കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഉമ്മാനെയും കൊണ്ട് ഇതേമാതിരി ഉമ്മാനെ ഞാനും ഉമ്മ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങി. ഞങ്ങളിങ്ങനെ അങ്ങനെ വയനാട് പോയി റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്ത് അടിച്ച് പൊളിച്ച് പോവാം. അതാണ് ഞങ്ങളുടെ പ്ലാൻ കേട്ടോ മെയിനായിട്ട്. അപ്പോൾ ഇപ്പോഴും ഞമ്മ പറഞ്ഞതായിട്ട് എപ്പോഴും ഇച്ചിരി മനസ്സ് തട്ടിയത്, അത് ഉമ്മാനെ കല്യാണം കഴിഞ്ഞിട്ട് ഉപ്പ ആകെ കൊണ്ടുപോയിക്കുന്നത് മലമ്പുഴക്കാണെന്നാണ്, പാലക്കാട്ടേക്ക്. അപ്പോൾ വേറെ എവിടേക്കും പോയിട്ടില്ല, ലോങ് പോയി അറിയണത് അവിടേക്കത്രേ.
അപ്പോൾ നമ്മളെ മക്കൾക്കല്ല ഇപ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റുക. നമ്മളെത്രയും വലുതാക്കിയില്ലേ, തിന്നാൻ തന്ന് പഠിപ്പിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കാൻ ജോലിയൊക്കെ ആക്കി തരുന്ന വരെ മീറ്റ് നമ്മളെ നോക്കിയില്ലല്ലോ കുഞ്ഞാ. ഇനി പപ്പാൻ്റെ പൊന്ന് കൊണ്ടുപോകണം ഇതേമാതിരി എല്ലാ സ്ഥലത്തേക്കും. കച്ചണ്ടാക്കല്ലേ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതേമാതിരി കുറേ സ്ഥലങ്ങളിൽ പോകാത്തുണ്ടാവും. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുമല്ലൊക്കെ ഉണ്ടെങ്കിൽ ഓലെ ഉമ്മാനോടൊക്കെ ചോദിച്ചാൽ എവിടേക്ക് പോകാൻ ആഗ്രഹങ്ങൾ. എൻ്റെ ഉമ്മക്ക് മൈസൂർ പാലസ് കാണണം എന്ന് പറഞ്ഞു. എന്തായാലും ഇൻഷാ അല്ലാഹ് പോകണം, നമുക്ക് പോവാം. അപ്പോൾ അതുപോലെ ഇപ്പോൾ വയനാട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. വയനാട് ഞങ്ങളൊന്ന് കറങ്ങി എൻജോയ് ചെയ്തിട്ട് തന്നെ വീട്ടിൽ പോകുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നിരിക്കുന്നത് നമ്മളെ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് കാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പാർക്കിംഗ് ചാർജ് 50 റുപ്യ കേട്ടോ. ഇവിടുന്ന് നമ്മളെ വണ്ടി പോകില്ല, ഓഫ് റോഡാണ്. ജീപ്പിൽ പോകണം. ജീപ്പിൽ പോകാൻ എത്ര പറഞ്ഞത് 1200 രൂപ അപ്പ് ആൻഡ് ഡൗൺ കേട്ടോ. നമ്മളെ കൊണ്ടുവരും 1200 റുപ്യ. ഇനി ഗ്ലാസ് ബ്രിഡ്ജുമ്പോൾ കയറാൻ ചാർജ് ഉണ്ടാവും, അത് എത്രയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മളെ വണ്ടി പോകില്ല കേട്ടോ, നമ്മളെ കാറ് പോകില്ല, ഓഫ് റോഡാണ്. ജീപ്പിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു. ഇവിടെ 6 കിലോമീറ്ററോളം ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഇവിടുന്ന് ജീപ്പിൽ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ജീപ്പിലൊക്കെ കയറി സെറ്റ് ആയിട്ടോ. സെറ്റല്ലേ? ഓഫ് റോഡ് അതിന് പിടിച്ചിരുന്നോളി. കുഞ്ഞാ ഓഫ് റോഡ് സെറ്റല്ലേ? പിടിച്ചിരുന്നോട്ടെ. ഷെബ് അങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ചാടി കേട്ടോ. സീറ്റിലൊന്നും ഇല്ലോള്. എങ്ങനെയുണ്ട്? അല്ല നിങ്ങളെ കണ്ടാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ഇവിടെ കേട്ടോ പിടിച്ചോ. ഇവിടെ ഒരു ഇതാണ് കൊളാണ്. കുട്ടി പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അച്ഛനൊക്കെ പേടിയാ. घंटे में आएगा तो मसाज ही फ्री है. ഇതിന്റെ മുകളിൽ ഒരു ഫാമിലിയാണ് താമസിക്കുന്നത് കേട്ടോ. ഓരെങ്ങനെ ഇങ്ങോട്ട് കയറി വരില്ല. ഓർക്ക് ഓഫ് റോഡ് ഉണ്ടാവും. ഓലിപ്പോ ഇതില് ഓലെ വീട് നോക്കി താമസക്കാരൊക്കെ കൊണ്ടുവരല്ലേ? ഇല്ലെങ്കിൽ നടക്കേ ജീപ്പ് കിട്ടുമല്ലോ അല്ലേ? കാരണം 24 മണിക്കൂർ ജീപ്പ് ഉണ്ടല്ലോ ഇതിലെ. എക്കോ പാർക്ക് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ എത്തിട്ടോ. അവിടെ കാണാനുണ്ട്.
ഇങ്ങോട്ട് വന്നത് പറയാൻ മാത്രം ഉണ്ട്. നിങ്ങൾക്ക് തലക്ക് ഇറങ്ങിയില്ലേ? അല്ലോ, നിങ്ങളിങ്ങോട്ട് വന്ന വീഡിയോ കണ്ടോക്കോ. ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കും എങ്ങനെ ഉണ്ടായിരുന്നില്ല. അതാ ടിക്കറ്റ് 6 പേര്. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ടിക്കറ്റ്. 250 പെർ ഹെഡ് വരുന്നത്. നമുക്ക് 4 ആൾക്ക് 1000 വന്ന്. പിന്നെ നമ്മളെ കൂടെ 2 ആൾക്കാർ അവിടെ നിന്ന് അടിയിൽ നിന്ന് കയറിയിട്ടുണ്ടായിട്ടോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിന് എൻട്രി. ഇമ്മാന്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയല്ലേ? ചായ കുടിച്ചോക്കെ പോയി. ഇനി ചോറ് കഴിച്ചാലോ കൊണ്ട് വേഗം. അല്ലാ, നിങ്ങൾ കണ്ടക്കും വീഡിയോ ഇങ്ങോട്ട് കയറിയ വീഡിയോ ഇങ്ങോട്ട് പോന്നപ്പോൾ ഈ ഇൻസ്റ്റാ 360 വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കിട്ടും. അതെങ്ങനെ ഉണ്ടായിരുന്നില്ലോ എന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെയാണോ അതിൻ്റെ 10 ഇരട്ടിയാണ് ഞങ്ങൾക്കുള്ള ഫീലിങ്. അപ്പോൾ 900 കണ്ടിയിൽ നമ്മളെ വണ്ടി ഒന്നും ഇങ്ങോട്ട് വന്നാൽ കയറൂല കേട്ടോ. വന്ന ഓഫ് റോഡും ഒന്നും കണ്ടില്ലേ. നമ്മളെ വണ്ടി കൊണ്ട് എന്താ പറഞ്ഞത്? പറഞ്ഞേ നമ്മളെ വണ്ടി പോയി നോക്കാം, ചിലപ്പോൾ കയറിയാലോ. അപ്പോൾ വണ്ടി പോയിട്ട് ഇങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം, അല്ല വെറുതെ ഒന്നും വണ്ടി കയറാൻ പറ്റില്ല കേട്ടോ. യെസ്, ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രിയാണ്. വാ, ഫസ്റ്റ് ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് റൈറ്റ്. വാ, ഇവിടെ നമ്മൾ ടിക്കറ്റിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ഫ്രീ ഉണ്ടല്ലോ ശുഭ? എന്തൊക്കെയാണ്? ഇതൊക്കെ ഉണ്ടോ നമുക്ക് ഫ്രീ ആണോ? ആ, ഫ്രീ ആണ്. നമുക്ക് 5 ആക്ടിവിറ്റി ഫ്രീ ഉണ്ട്. വേറെ 2 ആക്ടിവിറ്റിക്ക് ക്യാഷ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. യെസ്, അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രി ആട്ടോ അവിടെ. ഈ കാണണം കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഇതുമ്പോൾ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അവിടെ. ടോക്കൺ നമ്പർ അനുസരിച്ചിട്ടാണ് അവിടെ കയറ്റണത്. യെസ്, വരൂ. ആ, നിങ്ങളെ താഴത്തേക്ക് നോക്കണ്ടേ? അതോട്ടാ അടിക്ക് നോക്കിയോടാ. ഇനി താഴത്തേക്ക് നോക്കിയമ്മ. ആയോ എന്ത് താഴത്തേക്ക് നോക്കണേന്? യെസ്. ഓ, മങ്ങടാ ആയി നോക്കിയമ്മ. എന്താ അതിന്റെ ആഴം? കേട്ടക്കില്ല, ആഴം ഇവിടുന്ന് തന്നെ ഇറങ്ങിയിട്ട് ചോദിച്ചടി. ഉണ്ടോ? ആയ നോക്കി നിങ്ങള്. അതങ്ങട്ട് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടാവും താഴത്ത്. പേടിണ്ടമ്മ? പേടിണ്ടോ? എന്തിനു പേടി? ഇമ്മാക്കും പാക്കും ലാഗൽ ഔട്ട്. ക്ലാസ്സിന് പൊട്ടിക്കഴിഞ്ഞാൽ കഥ തീർന്നൊന്നുമില്ല അതിന്. അപ്പൊ എത്ര ആൾക്കാർ കയറി ഇറങ്ങി? നിങ്ങൾക്ക് അതിന് എല്ലാം നെഗറ്റീവ് മാത്രമാണല്ലോ നിങ്ങൾക്ക് ഇല്ലുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച. അപ്പതാ നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഏറ്റവും എൻഡിൽ വന്നിട്ടായി നിൽക്കണം കേട്ടോ. അമ്മ വരും, അമ്മ വരും. ഷെബു വാ. മൊത്തം കണ്ടങ്ങള് എന്താല്ലേ അമ്മ? കീപ്പിട്ട് നോക്കിയാ കഴിഞ്ഞിട്ടോ. അടിപൊളി. അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് കാണാത്ത ഇതാണ് 900 കണ്ടീത്തെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങളും കണ്ടു. ഞാൻ ഫോട്ടോ എടുത്തരാൻ വന്നു. കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടി എക്സ്പീരിയൻസ് അല്ലേ? ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് കാണുന്ന വേണം. ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി. സംഭവം 250 റുപ്യ ടിക്കറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് കയറി. 1200 വണ്ടിക്കും. പക്ഷെ വണ്ടി നമ്മൾ ഷെയർ ചെയ്തിരിക്കണല്ലേ. നമ്മളെ കൂടെ 2 ആളുണ്ടായതുകൊണ്ട് നമ്മൾ ഷെയറിംഗ് ആണ്. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇതും ഒന്ന് ഇതിന് നേരെ മുകളിലും. പക്ഷെ നമ്മൾ ഇതാ പോണതുള്ളൂ. ഇതേപോലെ തന്നെ ടിക്കറ്റ് അവിടെയും കൊടുക്കണം. 250 ചാർജ് ഇതന്നെ ഉള്ളു കാണാൻ. പിന്നെ വണ്ടിക്ക് എക്സ്ട്രാ ചാർജ് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് അയക്കണില്ല അമ്മ. അടിപൊളിയാണായിരുന്നു. 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ 900 കണ്ടിയിൽ. പിന്നെ നമ്മൾ ടിക്കറ്റിൽ ഇവിടെ ഒരു 3-4 ആക്ടിവിറ്റീസ് നമുക്ക് ഫ്രീ ഉണ്ട്. അത് നോക്കാനപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്കിവിടെ ഇത് നമ്മൾ ടിക്കറ്റിൽ ഫ്രീ ഉള്ള ആക്ടിവിറ്റി കേട്ടോ. ഈ 250 ടിക്കറ്റിൽ ഉള്ള ആക്ടിവിറ്റിയാണ് ഗ്ലാസ് ബ്രിഡ്ജ്. പിന്നെ ഇത് പിന്നെ വേറെ 2-3 ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ അമ്മ? എങ്ങനെ ഉണ്ടായി അമ്മ? അടിപൊളിയാണല്ലേ?
കാണണ്ട തന്നെയാണ് ആകണേ ഇപ്പൊ ആകണേ എന്താ കാര്യമായിട്ട് ഉന്നെ നോക്കണ്ടമ്മ എവിടുക്കാണോ ആ ആ ഓ അവിടെ തട്ടി ഒട്ടി പിടിച്ചു അവിടെ നടക്കോ അടുത്ത ഞാൻ കേട്ടോ കണ്ടില്ലേ ക്ലിയർ ഉണ്ട് ക്ലിയർ ഉണ്ട് അപ്പൊ കൊള്ളൂന്നല്ലേ അത് മേലക്കേ പോകല്ലേ അപ്പൊ എവിടെക്കാണ്ട് അതിന്റെ ഉള്ളില് കണ്ണ് ഇത് കറക്റ്റ് യെല്ലോക്ക് എത്താണെങ്കിൽ നിങ്ങളപ്പോ എത്തും ഇനിയൊക്കെ പറ്റുമോ ഞാന് എനിക്ക് പറ്റില്ല ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല അല്ലേ അല്ലാരെ ഇവിടെയൊക്കെ തുളച്ചിക്കണ് ആരെത്ര ഉന്നക്കാര് അല്ല ഇവിടെ തുളച്ചോണെന്ന് കാണാൻ പറ്റൂടാ ഓക്കെ നിക്ക് ജമ്മോനെ ആ ആ പോര് പോര് എപ്പറ്റി നിക്കണ്ട വേം പോര് അല്ലാ ഓക്കെ മുത്തേ അപ്പൊ ഇവിടുത്തെ മുത്ത് പരിപാടി കഴിഞ്ഞിട്ടോ ഷബുദ ഈ ഒരു പിടിച്ചുമ്പൊക്കെ നടക്കാൻ വേണ്ടി പോവാട്ടോ പെട്ടെന്ന് ചാടി പോയി പോരെ ടൈമില്ല ഇത് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് എടുത്ത ടിക്കറ്റിനെല്ലാം ഇൻക്ലൂഡ് ആട്ടോ അത് ഫ്രീ ആണ് താഴെ ഉണ്ടിട്ടല്ലേ യെസ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു എങ്ങനെയുണ്ടടി സെറ്റാ എങ്ങനെയുണ്ട് പേടിണ്ടോ അടിപൊളി ജസ്റ്റ് ഒരു റോപ്പിൽ കൂടെ ഫ്രീ വാക്ക് സംഭവം എനിക്ക് ഹൈറ്റ് ഇല്ല അല്ലേ ഞാൻ കയറിയാണ് ഇല്ലല്ല ഇവിടെ കയ്യാന അവിടെ എത്തൂല പിക്കോ അതോടെ മറന്നോ പപ്പ പോണൊക്കെ കേട്ടോ അതിന് ഞാനല്ലമ്മ എന്റെ കൈ ചിലപ്പോ എത്തൂല ഹൈറ്റ് ഉണ്ടോ നിങ്ങള് ഗണപ്പാക്ക് ഈ ആക്ടിവിറ്റിയിൽ പോയേ തീരുവള്ളത്തര വെല്ലുവിളിച്ചിട്ട് ഉമ്മാനെ ഞങ്ങൾക്ക് പറ്റൂല പറഞ്ഞപ്പേ ഇച്ച് പറ്റും എന്നാ പോണേ ഈ ഒരു ആക്ടിവിറ്റി ആ കാണുന്നൊരു ആക്ടിവിറ്റി നമ്മളെ ടിക്കറ്റിൽ നമ്മൾ ഫ്രീ ആട്ടോ എന്നാ പോയി അതുമേലെ പിടിച്ചണ്ടേ എവിടെ പിടിച്ചാൽ അത് എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല അങ്ങ് പിടിച്ച് ആ ഓക്കെ ആ ആ ഫുള്ള് പോവും എന്തേപ്പത് എന്താ ഫുള്ള് പോകാൻ പറ്റൂലേ ആക്കണേ ആ പോണ് ഇങ്ങക്ക് കൊണ്ടാ മഞ്ഞു അങ്ങനെ ആ പോണ് ആക്കണ് മെല്ലെ പോയാൽ മതി ആ മെല്ലെ പോയി അർജന്റാടാ ആ സെൻറ്ററിൽ കുടുങ്ങിയാലേ ഞങ്ങൾ പോകും ജീപ്പിൽ കയറിയാണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു ഷെബുദ പോക്ക് തുടങ്ങി അത് പോകണുണ്ട് ഇപ്പോൾ ആ അങ്ങനെ തന്നെ ആദ്യം സിമ്പിളായിട്ട് പോവാടി ആദ്യം സിമ്പിളായിട്ട് പോകും ഇപ്പോൾ അത് അവിടെ എത്തണം കേട്ടോ പോയാണ്ട് ആ നല്ല കാലം നല്ല വേദന വരും അല്ലേ ഇവിടെ എത്തി നോക്കാം ഞാൻ ഇവിടെ ഇനി
കുട്ടി പോണോക്കി മിസൈൽ ഇട്ട മാതിരി പോകണ്ടോ? ഈ ക്യാപ്പ് കൂടിയാ വന്നത് ഇപ്പോൾ കാണിച്ചു ചെയ്യാം. അവിടെ നിന്നാട്ടോ വന്ന് അമ്മ ഇവിടെ എത്തി. ശിവ സൈഡ് അടിക്കാൻ മുന്നിൽ പോട്ടടി. നല്ല താഴത്തല്ല ആയോണ്ട് കേട്ടോ. ഇവിടെ നല്ല ആയണ്ടല്ലേ. ഇവിടെ നല്ല മല്ല കേട്ടോ. ഈ സ്മോൾ ശിവന്നാ വീടെടുത്താ കയറിയില്ല. ടാസ്ക് കംപ്ലീറ്റ് ആയില്ലോ. അപ്പോൾ ഇതും കൂടി ഞങ്ങൾ ഫുള്ള് വന്നു. ഇനി തിരിച്ച് പുറത്തേക്ക് പോയാൽ മതി അല്ലേ. പക്ഷെ ഇതൊക്കെ എൻജോയ് ചെയ്യണ്ട. പക്ഷെ കാലം നല്ല ചോന്നിക്കണല്ലേ. അപ്പോൾ ഇറക്കി വേഗം ജോ പൊന്നോ. ഇതും കൂടെ വന്നു കേട്ടോ. ഓ കുറച്ച് തടിയിലാണ് അതിൻ്റെ ഉള്ളിലോട്ട് കുടുങ്ങൂലേ. ശിവ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളി അല്ലേ. നടക്കേ ചെരുപ്പിടാൻ പറ്റില്ല കേട്ടോ. ചെരുപ്പൊക്കെ നമ്മളവിടെ ഊരച്ചാ പോകുന്നത്. നമ്മളെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ വന്ന വഴിക്ക് താഴത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഇവിടെ 2 ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജിക്ക് പോകണുള്ളൂ. കാരണം മുകളിലേക്ക് ഇനി പോകണില്ല, നമുക്ക് സമയമല്ല. പിന്നെ ഈ സെയിം എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പം ഞാൻ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നോളി. 900 കണ്ടിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. സംഭവം ഇവിടുത്തെ വയനാട്ടിലത്തെ ഒരു മോസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആണ്. കാരണം ഓഫ് റോഡ് ഉണ്ട്, നല്ല കുഴപ്പമില്ലാത്ത റിവ്യൂവും കാര്യങ്ങളും ആക്ടിവിറ്റീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പം കണ്ടില്ല ആദ്യമേ ഉപ്പ ഞാൻ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷെ ഒക്കെ എൻജോയ് ചെയ്തില്ലേ. അപ്പോൾ നമ്മളെ ഏട്ടനും ഡ്രൈവർ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി വന്ന വഴിക്ക് താഴത്ത് പോകണം. അതാണ് ഞാൻ ആലോചിച്ചത്. വീക്കാത്ത് ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഓക്കെ, താഴത്തിന് കാണാം. നമ്മളവിടുന്ന് ഇറങ്ങി നമ്മളിതങ്ങനെ പോകണം കേട്ടോ. നേരെ പോണത് നമ്മളിഞ്ഞു റിസോർട്ടിലേക്കാണ്. റിസോർട്ടിൽ എത്തിയിട്ടാണ് ഫുഡ് കഴിക്കണത്. വൈക്കന്ന് കഴിക്കാന്ന് കരുതി. അപ്പൊ റിസോർട്ടിൽ ചെന്നിട്ടാണ് ഫുഡ് കഴിക്കണത്. ഫുഡൊക്കെ നമ്മളെ വണ്ടിയിൽ സെറ്റ് ആണല്ലേ അമ്മ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ ഷെബു? പിന്നെ നമ്മളെ സിപ്പ് ലൈനും അടിപൊളിയല്ലേ. ഈ 900 കണ്ടി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്പോട്ടാട്ടോ. അതായത് ഒരു പ്രൈവറ്റ് ആണ്. അവിടെ ഏലല്ലമ്മ, ഏലം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പ്രൈവറ്റ് ആണ്. എന്തായാലും പോകാൻ മാത്രം ഉണ്ട് 900 കണ്ടി എന്ന് പറഞ്ഞാല്. അടിപൊളിയാണ്, രക്ഷയില്ല. എന്തായാലും ഞങ്ങൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. നമ്മൾ നേരെ റിസോർട്ടിൽ പോയിട്ട്, റിസോർട്ടിൽ ശരിക്കും 2 മണിക്കാണ് ചെക്കിങ് ടൈം. പക്ഷേ ഇപ്പോൾ 2 മണി ആയിട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാന്ന് കരുതി. എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ റിസോർട്ടിലെത്തി. റൂമും കാര്യങ്ങളൊക്കെ കണ്ടു. റൂം കണ്ടില്ലേ? നമുക്ക് ഇഷ്ടമായില്ലേ? ഇമ്മക്ക് ഇഷ്ടമായി. അടിപൊളി പീസ്ഫുള്ളില്ലേ അമ്മ? അടിപൊളി പീസ്ഫുള്ള്. അപ്പോൾ ഇതങ്ങനെ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൽ അറിയണേ റൂമും കാര്യങ്ങളൊക്കെ പോയി കണ്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ പോയി എടുത്ത് കൊടുത്തിട്ട് ഫുഡ് കഴിക്കണം അല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ പ്രൈസും എല്ലാതും നമ്മൾ അടുത്ത വ്ളോഗിലുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ. ബൈ പറഞ്ഞില്ല. ബൈ.